നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജെ കെമിക്കൽസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO വിശേഷമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റബ്ബർ പ്രോഡക്റ്റുകളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ചും ടയർ നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സിങ്ക് ഓക്സൈഡ് എന്ന കെമിക്കലാണ് ഇവർ ഏറ്റവും കൂടുതൽ നിർമ്മിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും മുന്തിയ 10 ടയർ കമ്പനികൾ എടുക്കുകയാണെങ്കിൽ അതിൽ 9 പേർക്കും സിങ്ക് ഓക്സൈഡ് സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ് ജെ കെമിക്കൽസ് ലിമിറ്റഡ് എന്നുള്ളത്. ഇന്ത്യയിൽ ഈ പ്രോഡക്റ്റ് നിർമ്മിക്കുന്ന ഏറ്റവും വലിയ കമ്പനിയുമാണ്. ഇവരുടെ IPO ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മാർച്ച് 5-ാം തീയതി മുതൽ 7-ാം തീയതി വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. 251.19 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതിൽ 165 കോടി രൂപയ്ക്കുള്ളത് ഫ്രഷ് ഓഹരികളാണ്. 86.19 കോടി രൂപയ്ക്കുള്ള ഓഫർ ഫോർ സെയിൽ. നമുക്ക് ഈ കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ജെ കെമിക്കൽസ് ലിമിറ്റഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റബ്ബർ പ്രോഡക്ട്സിൻ്റെ നിർമ്മാണത്തിൽ, പ്രത്യേകിച്ചും ടയർ മാനുഫാക്ചറിങ് രംഗത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സിങ്ക് ഓക്സൈഡ് എന്ന കെമിക്കൽ നിർമ്മിക്കുന്ന കമ്പനിയാണിത്. ലോകത്തിലെ ഏറ്റവും മുന്തിയ ടയർ നിർമ്മാതാക്കൾക്കെല്ലാം തന്നെ സിങ്ക് ഓക്സൈഡ് സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് ജെ കെമിക്കൽസ് എന്നുള്ളത്. ഇവരുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 70% ടയർ നിർമ്മാണത്തിലേക്കാണ് പ്രോഡക്റ്റുകൾ പോകുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സിങ്ക് ഓക്സൈഡ് നിർമ്മിക്കുന്ന കമ്പനികളിൽ ഒന്നാണ്. ഇന്ത്യയിലെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 30% ഇവരുടെ പങ്ക് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. 2001-ലാണ് കമ്പനി രൂപം കൊള്ളുന്നത്. ഇവരുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് പറയുകയാണെങ്കിൽ ഫ്രഞ്ച് പ്രോസസ്സ് എന്നാണ് അതിന് പറയുന്നത്. ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ടെക്നോളജിയാണ്. അമേരിക്കയിലും യൂറോപ്പിലും എല്ലാം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ടെക്നോളജിയാണ്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ സിങ്ക് ഓക്സൈഡിൻ്റെ മാനുഫാക്ചറിങ് നടത്തുന്നത്. 80 തരത്തിൽ 80 ഗ്രേഡ്സിലുള്ള സിങ്ക് ഓക്സൈഡാണ് കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നത്. 200ഓളം ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സും അതുപോലെ തന്നെ 50 ഗ്ലോബൽ കസ്റ്റമേഴ്സും. നമുക്കറിയാം, കസ്റ്റമേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻഡിവിജ്വൽസ് അല്ല, വലിയ കോർപ്പറേറ്റുകളാണ്. അപ്പോൾ അത്രയും കോർപ്പറേറ്റുകൾക്ക് ഇവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യക്ക് പുറമെ 10ഓളം രാജ്യങ്ങളിലേക്കും പ്രോഡക്റ്റുകൾ കയറ്റി അയക്കുന്ന ഒരു കമ്പനിയാണ് ജെ കെമിക്കൽസ് ലിമിറ്റഡ് എന്നുള്ളത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് സിങ്ക് ഓക്സൈഡ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളെ കുറിച്ചാണ്. നമുക്കറിയാം, ടയറും അതുപോലെ തന്നെ റബ്ബർ പ്രോഡക്ട്സ് നിർമ്മിക്കുന്ന വ്യവസായങ്ങളെല്ലാം തന്നെ സിങ്ക് ഓക്സൈഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ സിറാമിക്സ്, പിന്നെ പെയിൻറ്, കോട്ടിങ്ങുകൾ, അതുപോലെ ഫാർമസ്യൂട്ടിക്കൽസ്, കോസ്മെറ്റിക്സ്, ഇലക്ട്രോണിക്സ്, ബാറ്ററികൾ, അഗ്രോ കെമിക്കൽസ്, ഫെർട്ടിലൈസേഴ്സ്, സ്പെഷ്യാലിറ്റി കെമിക്കൽസ്, ലൂബ്രിക്കൻസ്, ഓയിൽ ആൻഡ് ഗ്യാസ്. അതുമാത്രമല്ല, ഇതിനെല്ലാം പുറമെ ആനിമൽ ഫീഡ്, ഈ രംഗത്തെല്ലാം തന്നെ സിങ്ക് ഓക്സൈഡിൻ്റെ ഉപയോഗം വരുന്നുണ്ട്. 3 മാനുഫാക്ചറിങ് യൂണിറ്റുകളാണ് കമ്പനിക്കുള്ളത്. അതിൽ 2 വെസ്റ്റ് ബംഗാളിൽ തന്നെയാണ്. ഒന്ന് ജംഗൽപൂർ, മറ്റൊന്ന് ബേലൂർ എന്ന് പറയും. ഇനി അടുത്തത് നായിഡുപേട്ടയാണ്. അത് ആന്ധ്രാപ്രദേശിലാണ്. ഈ നായിഡുപേട്ടയിലെ ഫെസിലിറ്റിയാണ് ഏറ്റവും വലുത്. പിന്നെ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അവരുടെ ഒരു സബ്സിഡിയറി ആയിട്ടുള്ള BDJ എന്ന് പറയുന്ന മെറ്റീരിയൽ സബ്സിഡിയറി വഴിയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഗുണമേന്മയുടെ കാര്യത്തിൽ മിക്കവാറും എല്ലാ ISO സർട്ടിഫിക്കേഷൻസും കമ്പനി നേടിയിട്ടുണ്ട്. ഇവർക്ക് 112ഓളം പെർമനൻ്റ് എംപ്ലോയീസും അതുപോലെ 100ഓളം മറ്റു വർക്കേഴ്സും അപ്രൻറ്റീസുകളും എല്ലാം ഉണ്ട്. കമ്പനിയുടെ പ്രധാന പ്രൊമോട്ടേഴ്സ് നോക്കുകയാണെങ്കിൽ സുരേഷ് ജുൻജുൻവാലയാണ്. അദ്ദേഹത്തിൻ്റെ മക്കളായിട്ടുള്ള അനിരുദ്ധ് ജുൻജുൻവാലയും അനുജ് ജുൻജുൻവാലയുമാണ് മറ്റ് 2 പ്രൊമോട്ടേഴ്സ്. അപ്പോൾ ഇപ്പോൾ ഇഷ്യൂവിന് തൊട്ട് മുമ്പ് 100% സ്റ്റേക്കും ഈ 3 പേരുടെ പേരിലാണ്. ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ റവന്യൂ 440.41 2021. അടുത്ത വർഷമായപ്പോഴത്തേക്ക് അത് ഉയർന്നിട്ട് 623.05 കോടി രൂപയായിട്ട് വർദ്ധിച്ചു. അടുത്ത വർഷം 794.19 കോടി രൂപയായിട്ട് മാറി. ഇനി നെറ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ 28.8 കോടി രൂപയാണ് 2021 കമ്പനിയുടെ അറ്റാദായമെങ്കിൽ 43.13 കോടി രൂപയാണ് 2022. 2023 56.79. ഇനി 2024 എന്നുള്ള ഫിനാൻഷ്യൽ വർഷത്തെ ആദ്യത്തെ 10 മാസത്തെ കണക്ക് മാത്രമാണ് ഈ അവസാന കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ കമ്പനി ഒരു തകർച്ചയായിട്ടാണ് കാണുന്നത്. അതായത് ആ സമയത്ത് ഒരു വമ്പിച്ച വിലയിടിവ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ
സിങ്ക് ഓക്സൈഡിന് സംഭവിച്ചിരുന്നു. അത് കാരണം അവിടെ റവന്യൂവിലും നെറ്റ് ഇൻകത്തിലും നമുക്ക് ഒരു താഴ്ച കാണാം. അത് പക്ഷേ വിലയിടിവ് വീണ്ടും മെച്ചപ്പെട്ടിട്ട് വീണ്ടും അത് കരകയറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൽ നിന്ന് കമ്പനി മികച്ച രീതിയിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ 2022ഉം 2023ഉം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ 27.47% കമ്പനിയുടെ റവന്യൂവിൽ ഉണ്ടായിട്ടുള്ള വർധനവ്. നെറ്റ് ഇൻകത്തിലാകട്ടെ 31.69% വർധനവാണ് 2022 നിന്ന് 2023 വരുമ്പോൾ കാണുന്നത്. അപ്പോൾ 2024 മാത്രം ഒരു തകർച്ച വിലയിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ മാറി വരുന്നു എന്നുള്ളത് വളരെ ശുഭകരമായിട്ടുള്ളൊരു കാര്യവും കൂടിയാണ്. ഇനി നമുക്ക് JGയുടെ മറ്റ് കീ ഇൻഫർമേഷൻസ് നോക്കാം. EPS 17.32, PE റേഷ്യോ 12.12, 12.76, റിട്ടേൺ ഓൺ നെറ്റ് വർത്ത് 27.49, NAV 63.02 എന്നിങ്ങനെയാണ് കാണുന്നത്. ഇനി നമുക്ക് പിയർ കമ്പനികൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. JG കെമിക്കൽസിൻ്റെ പിയർ കമ്പനികളായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് രാജരത്നൻ ഗ്ലോബൽ വയർ, നോസിൽ ലിമിറ്റഡ്, യാഷോ ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇങ്ങനെ 3 കമ്പനികൾ, രാജരത്തൻ ഗ്ലോബലും നോസിലും യാഷോ ഇൻഡസ്ട്രീസുമാണ് ഇതിൻ്റെ പിയർ കമ്പനികളായിട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളായിട്ട് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ ഇഷ്യൂ വഴി ലഭിക്കുന്ന തുക അവരെങ്ങനെയാണ് വിനിയോഗിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും അവരവരുടെ ഒരു സബ്സിഡിയറി ഉണ്ടല്ലോ, അത് BDJ ഓക്സൈഡ് എന്ന് പറയുന്ന സബ്സിഡിയറിക്ക് വേണ്ടിയിട്ട് കുറച്ച് പണം മുടക്കുന്നുണ്ട്. അതിൽ 45 കോടി അവരുടെ ചില ബോറോയിങ്സ് എല്ലാം കൊടുത്തു തീർക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ ഒരു 5.31 കോടി രൂപ അവരുടെ നായിഡുപേട്ടയിലുള്ള ആ സബ്സിഡിയറിയുടെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് ഫണ്ട് ചെയ്യാനായിട്ട്, അതായത് ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ അവിടെ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ സബ്സിഡിയറി കമ്പനിക്ക് വേണ്ടി തന്നെ ഒരു 65 കോടി അവരുടെ ലോങ് ടേം വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ട് വിനിയോഗിക്കും എന്നും കമ്പനി പറയുന്നുണ്ട്. ബാക്കി ഒരു 35 കോടി രൂപ കമ്പനിയുടെ അല്ലെങ്കിൽ JG കെമിക്കൽസിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിന് ഉപയോഗിക്കും. അതിന് ശേഷമുള്ള തുക അവരുടെ ജനറൽ ആയിട്ടുള്ള കോർപ്പറേറ്റ് പർപ്പസസിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുമെന്നാണ് അവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഇഷ്യൂവിൻ്റെ ലീഡ് മാനേജേഴ്സ് ആരാന്ന് നോക്കാം. സെൻട്രം ക്യാപിറ്റൽ ലിമിറ്റഡ്, MK ഗ്ലോബൽ ഫിനാൻഷ്യൽ സർവീസസും കീനോട്ട് ഫിനാൻഷ്യൽ സർവീസസുമാണ് പ്രധാന ലീഡ് മാനേജേഴ്സ്. അതുപോലെ രജിസ്ട്രാർ KFin ടെക്നോളജീസുമാണ്. ഇനി നമുക്ക് JG കെമ്മിൻ്റെ ഇഷ്യൂ ഡീറ്റെയിൽസ് ഒറ്റ നോട്ടത്തിലൊന്ന് പരിശോധിക്കാം. മാർച്ച് 5 മുതൽ 7 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. പ്രൈസ് ബാൻഡ് 210 രൂപ മുതൽ 221 രൂപ വരെയാണ്. അപ്പോൾ ഇതിൻ്റെ ഏർണിങ്സ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഫുള്ളി പ്രൈസ്ഡ് ആയിട്ടുള്ള ഓഹരിയാണ്. ഫ്രഷ് ഓഹരികൾ വിൽക്കുന്നത് വഴി 165 കോടി രൂപയാണ് കമ്പനി സ്വരൂപിക്കുന്നത്. ഓഫർ ഫോർ സെയിൽ 39 ലക്ഷം ഓഹരികളാണ് ഇവർ വിറ്റഴിക്കുന്നത്. അങ്ങനെ 86.19 കോടി രൂപ ആ വഴിക്കും കമ്പനി സ്വരൂപിക്കുന്നുണ്ട്. അത് കമ്പനിയിലേക്കല്ല പോകുന്നത്, പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലേക്കാണെന്ന് അറിയാമല്ലോ. ടോട്ടൽ IPO സൈസ് എന്ന് പറയുമ്പോൾ അപ്പോൾ 251.19 കോടി രൂപയ്ക്കുള്ളതാണ്. മിനിമം റീറ്റെയിലേഴ്സ് അപ്ലൈ ചെയ്യേണ്ടത് 67 ഷെയർസാണ്. അപ്പോൾ ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ 67 ആണ്. അങ്ങനെ 13 ലോട്ട് വരെ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാം. HNI കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് 14 ലോട്ട് മുതൽ 67 ലോട്ട് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ബിഗ് HNI കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് 68 ലോട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഫേസ് വാല്യൂ 10 രൂപയാണ്. റീറ്റെയിലേഴ്സിന് 35%, HNIസിന് 15%, ബാക്കിയുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷൻസിനുമാണ് കമ്പനി അലോട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത് മാർച്ച് 11 ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ലിസ്റ്റിംഗ് ഡേറ്റ് മാർച്ച് 13 എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് അപ്ലൈ ചെയ്യുന്നവരോട് ഇത് വാങ്ങണോ വേണ്ടയോ എന്നൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സംശയിച്ച് നിൽക്കുന്നവരോട് പറയാനുള്ളത്, ഇതൊരു നല്ല കമ്പനി തന്നെയാണ്. ഇവരുടെ പ്രധാന പ്രത്യേകത ഇത് പ്രൈസിങ് പവർ കമ്പനിയുടെ കയ്യിൽ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ നിർമ്മിക്കുന്ന സിങ്ക് ഓക്സൈഡിൻ്റെ പ്രൈസ് നിശ്ചയിക്കുന്നതിൽ കമ്പനിക്ക് വലിയൊരു പങ്കുണ്ട്. കാരണം ഇത് ഏറ്റവും കൂടുതൽ നിർമ്മിക്കുന്ന കമ്പനി കൂടി ആയതുകൊണ്ട്.
പിന്നെ മറ്റൊരു പ്രത്യേകത 90% ഇവരുടെ റവന്യൂ വരുന്നതും റിപ്പീറ്റ് കസ്റ്റമേഴ്സിൽ നിന്നാണ്. അതായത് ഇവർ തുടർച്ചയായിട്ട് കസ്റ്റമേഴ്സ് നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ ബോണസിനെ സംബന്ധിച്ച് ഒരു രസകരമായിട്ടുള്ള കാര്യം, 2022 അവർ ഒരു ഓഹരിക്ക് 25 ഓഹരികൾ എന്നുള്ള നിലയിൽ ബോണസ് കൊടുത്തിരുന്നു എന്നുള്ളൊരു ഹിസ്റ്ററി കാണുന്നുണ്ട്. പിന്നെ ഡിവിഡൻഡ് ഒന്നും കൊടുത്തതായിട്ട് കാണുന്നില്ല. ഇനിയും ഫ്യൂച്ചറിൽ ഡിവിഡൻഡ് കൊടുക്കാൻ പാടില്ലായകയില്ല. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഇഷ്യൂ കഴിയുമ്പോൾ, അതായത് ഇതിൻ്റെ പ്രൈസ് ബാൻഡിൻ്റെ അപ്പർ ബാൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ 221 രൂപ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇഷ്യൂ കഴിയുമ്പോൾ 866.23 കോടി രൂപയായിരിക്കും മാർക്കറ്റ് ക്യാപ്പ് എന്ന് നമുക്ക് കരുതാം. അപ്പോൾ എന്തായാലും ഗ്ലോബലി തന്നെ വളരെ നിർണായകമായിട്ടുള്ള ഒരു കമ്പനിയാണ് JG കെമിക്കൽസ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യുന്നവർക്കെല്ലാം തന്നെ ഇതുകൊണ്ട് ഗുണമുണ്ടാവും എന്നുള്ള വിശ്വാസമാണ് വ്യക്തിപരമായിട്ട് എനിക്കുള്ളത്. JG കെമിക്കൽസിൻ്റെ ഇഷ്യൂ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ ഇടുക. വീഡിയോയെ എല്ലാ രീതിയിലും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. എന്തായാലും മറ്റൊരു IPO വിശേഷമായിട്ട് നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബായ്.